കെമിസ്ട്രിയിൽ പല കുട്ടികളെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് കെമിക്കൽ ഫോർമുല എന്നുള്ളത്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നും അതിലെ റിയാക്ടൻസ് ആരാണ്, പ്രൊഡക്ട്സ് ആരൊക്കെയാണെന്നൊക്കെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ അത് കെമിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആകുന്നു. അപ്പോൾ ക്ലാസ് 9th നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു കെമിക്കൽ ഫോർമുല റൈറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ക്ലാസ് 10th എത്തുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണല്ലേ. കെമിക്കൽ ഇക്വേഷൻസ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്ലാസ് 9th ഇത് പഠിക്കാത്ത കുട്ടികൾ ക്ലാസ് 10th എത്തുമ്പോൾ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ക്ലാസ് 10th കുട്ടികൾ നിർബന്ധമായിട്ടും റൈറ്റിംഗ് ഓഫ് കെമിക്കൽ ഫോർമുല പഠിച്ചതിന് ശേഷം മാത്രമേ കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് പഠിക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസിലി ക്ലാസ് 10th സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ്. അതിൽ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്തറിയണം, കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാമെന്ന് അറിയണം. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് എഴുതാൻ അറിയണമെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒരുവിധം എലമെന്റ്സിന്റെ സിംബലുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് സിമ്പിൾസ് മാത്രം പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പല കുട്ടികൾക്കും അറിയായിരിക്കും. ഇപ്പോൾ മിസ് സോഡിയത്തിന്റെ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ Na ആണെന്ന് പറയും, മെഗ്നീഷ്യം Mg ആണെന്ന് പറയും. അത് കുട്ടികൾക്ക് അറിയുമായിരിക്കും. പക്ഷേ ഇതിൽ വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വാലൻസി എന്താണെന്ന്. വാലൻസി എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്, വാലൻസി ഈസ് കമ്പൈനിങ് കപ്പാസിറ്റി അല്ലേ. ഒരു എലമെന്റിന്റെ കമ്പൈനിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ വാലൻസി അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മക്കളെ, നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ഏതൊക്കെയാ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഈ ഗ്രൂപ്പ് 1 എല്ലാ എലമെന്റ്സിന്റെയും വാലൻസി എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഗ്രൂപ്പ് 1 വാലൻസി എന്താണ്? 1 തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പ് 2 എന്തായിരിക്കും മക്കളെ? ഗ്രൂപ്പ് 2, അതായത് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം, റാഡിയം. ഇവരുടെയും എന്ത് തന്നെയാണ്? 2 തന്നെയാണ് ഇവരുടെ വാലൻസി. ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ വാലൻസി എന്താണ്? 2 ആണ് ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ വാലൻസി. ഇനി ഈ സെയിം സംഭവം നിങ്ങൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം ഇവർക്ക് വേരിയബിൾ വാലൻസി ആണുള്ളത്. ഇവർക്ക് ഒരു പർട്ടിക്കുലർ വാലൻസി അല്ല, പല കോമ്പൗണ്ട്സിലും ഇവർ പല വാലൻസീസ് ആയിരിക്കും കാണിക്കുക. അപ്പൊ അവർ നിങ്ങൾ അവിടെ വെച്ചേക്കുക, അത് നിങ്ങൾ വിട്. എന്നിട്ട് നിങ്ങൾ പി ബ്ലോക്ക് എലമെന്റ്സിലേക്ക് വരിക, അതായത് ഗ്രൂപ്പ് 13 മുതൽ 18 വരെ വരിക. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആരൊക്കെയാ? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അല്ലേ. ഇവരാണ് ഗ്രൂപ്പ് 13 വരുന്ന എലമെന്റ്സ്. ഇവരുടെ വാലൻസി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ആണ്. ഗ്രൂപ്പ് 13 ആണ്, 3 ആണ് ഇവരുടെ വാലൻസി. അപ്പൊ ഗ്രൂപ്പ് 14 4 ആയിരിക്കും. 14 വാലൻസി എന്താണ്? 4 ആണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഇവരുടെ വാലൻസി എന്താണ്? 4 ആണ്. ഇനി ഗ്രൂപ്പ് 15 വരുമ്പോൾ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് എന്ത് പറയും? 5 ആണെന്ന്. 5 അല്ല, 5 അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. 4 കൂടുതലാണ് വാലൻസ് ഇലക്ട്രോൺസ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ വാലൻസി 8- വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് 13 എലമെന്റ്സിലെ വാലൻസ് ഇലക്ട്രോൺസ് ആയിരുന്നു 3. അതുകൊണ്ടാണ് നമ്മളത് വാലൻസിയും 3 ആയിട്ട് തന്നെ പറഞ്ഞത്. കാരണം അവർക്ക് എപ്പോഴും ആ 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനാണ് ഇഷ്ടം, rather than accepting what 5 ഇലക്ട്രോൺസ് അല്ലെ. 5 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം എന്താ? 3 ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ഇവരുടെ വാലൻസി 3 തന്നെയായിരുന്നു. ആൻഡ് ഇവിടെ 4 തന്നെയാണ്. ഇവർ മ്യൂച്വലി ഷെയർ ചെയ്തിട്ട് ഇക്വാലന്റ് ബോൺസ് ഫോം ചെയ്യും. പക്ഷെ 5 മുതൽ, അതായത് 15 മുതൽ ഗ്രൂപ്പ് 15 വാലൻസി എന്ന് പറയുന്നത് എന്താണ്? വാലൻസി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ഇപ്പൊ മിസ് ഒരു നൈട്രജൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ 7 ആണല്ലേ ആറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5 ആണ്. അപ്പൊ 5 ആണ് വാലൻസ് ഇലക്ട്രോൺസ്. പക്ഷെ ഈ 5 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സ്റ്റേബിൾ ആകുന്നതിനേക്കാൾ ഇഷ്ടം നൈട്രജൻ എന്താണ്? 3 ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. 8 ആകും. അപ്പൊ ഒക്ടറ്റ് 8 ആകും. അപ്പൊ ഇവരുടെ വാലൻസി എന്താണ്? 8 - 5 ആണല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 3. അതായത് 3 ആയിരിക്കും ഇവരുടെ വാലൻസി. അതേപോലെ തന്നെ ഇനി അടുത്ത ഫാമിലി പറ, ഓക്സിജൻ ഫാമിലി. ഗ്രൂപ്പ് 16 ആണല്ലേ. അപ്പൊ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 6 ആണ്. പക്ഷെ 6 ആണോ വാലൻസി നമ്മൾ പറയാ? അല്ല അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ലൂസിങ് ദ 6 ഇലക്ട്രോൺ ദേ വിൽ ഗെയിൻ 2 ഇലക്ട്രോൺസ്. അപ്പോൾ 2 ആയിരിക്കും ഇവരുടെ
വാലൻസി വരുന്നത്. അതായത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം. ഇതിൽ താഴേക്ക് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേരിയബിൾ ആയിട്ട് ചിലപ്പോൾ വേറെ വാലൻസീസ് ഉണ്ടാകും. ബട്ട് എനിവേ നിങ്ങൾ ജനറലി ഇപ്പോൾ 2 എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഗ്രൂപ്പ് 17 നമ്മുടെ ഹാലജൻസ് ആണല്ലേ. 7 ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ 8 - 7 എത്രയാ? 1 ആണ്. അപ്പോൾ 1 ആണ് ഇവരുടെ വാലൻസി വരുന്നത്. പിന്നെ ഗ്രൂപ്പ് 18 ആരാ? നോബിൾ ഗ്യാസസ് ആണല്ലേ. അവർക്ക് ഓൾറെഡി 8 ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺ. ഓൾറെഡി അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ വാലൻസി 0 ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കുക. ഓരോ ഗ്രൂപ്പ് എലമെന്റ്സ്. ഈ സെൻട്രലുള്ള ആളുകൾ പോട്ടെ, അത് നമുക്ക് പിന്നെ നോക്കാം. അതിലെ ചില ആളുകളെ മാത്രം നമുക്ക് എടുത്ത് പഠിക്കാം. കാരണം മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ മൊത്തം കോമ്പൗണ്ട്സിനെ എലമെന്റ്സിനെ വെച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ആളുകളെയാണ് നോക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് കിട്ടുകയാണ്, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് കിട്ടി. അങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ എലമെന്റ്സിനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തങ്ങ് എഴുതുക. ഒന്ന് ഹൈഡ്രജൻ ആണ്, പിന്നെ എന്താണ്? ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ആരാ? ക്ലോറിൻ ആണല്ലേ. അത് രണ്ടും നിങ്ങൾ അങ്ങ് എടുത്തെഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവരുടെ വാലൻസി താഴെ എഴുതണം. ഹൈഡ്രജന്റെ വാലൻസി എത്രയാ? 1 ആണല്ലേ. ക്ലോറിൻ എവിടെയാ വരുന്നത്? ക്ലോറിൻ ഇസ് എ ഹാലോജൻ അല്ലെ. ക്ലോറിൻ ഒരു ഹാലോജൻ ആണ്. ഗ്രൂപ്പ് 17 ആണ്. അതിന്റെ വാലൻസി എത്രയാ? 1 ആണ്. കാരണം 8 - 7 1 ആണ്. അപ്പൊ എന്താ? 1. അപ്പോൾ ഹൈഡ്രജന്റെ വാലൻസിയും 1, ക്ലോറിന്റെ വാലൻസിയും 1. മിസ് താഴെ എഴുതുവാണേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതങ്ങ് ക്രോസ് ചെയ്യണം. ഇങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? H1 പിന്നെന്താ? Cl1 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് രണ്ടും 1 തന്നെയല്ലേ. നമുക്ക് 2 എലമെന്റ്സിനും ഒരേ വാലൻസി ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ വാലൻസി അത് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? HCl എന്ന് എഴുതിയാൽ മതി. ഇതാണ് എന്ത്? ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല HCl. ഓക്കെ, എന്താണ്? HCl. ക്ലിയർ ആണോ? ഇത് ക്ലിയർ അല്ലേ? വെരി ഈസി അല്ലേ? ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഹൈഡ്രജൻ എഴുതുക, പിന്നെന്താ? സൾഫർ അല്ലേ. സൾഫൈഡ് എന്ന് പറയുമ്പോൾ സൾഫർ ആണ്. അപ്പൊ സൾഫറും എഴുതുക. ഇത്ര എഴുതിയാൽ മതി. ഇത് രണ്ടും ഇങ്ങനെ എഴുതാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാ? നമ്മൾ 1 ആണ് വാലൻസി എന്ന് ഓൾറെഡി പഠിച്ചു. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പഠിച്ചു പോകണം. ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്, ഹൈഡ്രജന്റെ വാലൻസി 1 ആണെന്ന് പഠിച്ചു പോകുക. പിന്നെ എന്താ നമുക്കുള്ളത്? സൾഫർ ആണല്ലേ. സൾഫർ വരുന്നത് ഓക്സിജൻ ഫാമിലിയിലാണ്. ഓക്സിജൻ സൾഫർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ സൾഫറിന്റെ വാലൻസി എന്തായിരിക്കും? ഓക്സിജൻ ഫാമിലി 16 ആണ് ഗ്രൂപ്പ് നമ്പർ. അതായത് 8 - 6 which is equal to 2 ആണ് ഇവരുടെ വാലൻസി. അപ്പോൾ സൾഫറിന്റെ വാലൻസി 2ഉം ഹൈഡ്രജന്റെ വാലൻസി 1ഉം. അപ്പോൾ 1 2 എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹൈഡ്രജന്റെ കൂടെ എന്ത് വരും? 2 വരും അല്ലേ. അപ്പോൾ H2 വരും. സൾഫറിന്റെ കൂടെ 1 വരും. 1 നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. H2S എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ഇവിടെ മിസ് ജസ്റ്റ് ഒരു ക്യൂബ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1, ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2, ഗ്രൂപ്പ് 13 ആണെങ്കിൽ +3, ഗ്രൂപ്പ് 14 ആണെങ്കിൽ +or -4, ഗ്രൂപ്പ് 15 ആണെങ്കിൽ -3, ഗ്രൂപ്പ് 16 ആണെങ്കിൽ -2, ഗ്രൂപ്പ് 17 ആണെങ്കിൽ -1, ഗ്രൂപ്പ് 18 ആണെങ്കിൽ 0. അങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ചാർജ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ജസ്റ്റ് നമ്പർ വാലൻസി മാത്രം എഴുതിപ്പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെ, എഴുതിക്കോ. കാർബൺ അല്ലേ. ഇതിൽ കാർബൺ ഉണ്ട്, പിന്നെ ആരാണ്? ക്ലോറിൻ ഉണ്ട് അല്ലേ. ക്ലോറൈഡും കാർബണും ആണ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ടെട്രാ എന്ന് പറയുമ്പോൾ 4 ആണ്, CCl4 ആണ്. ബട്ട് എനിവേ നമുക്കത് വാലൻസി വെച്ച് തന്നെ എഴുതാം. കാർബൺ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 14 ആണല്ലേ. 14 ആകുമ്പോൾ എന്തായിരിക്കും? 4 ആയിരിക്കും ഇവരുടെ വാലൻസി വരുന്നത് അല്ലേ. കാർബണിന്റെ വാലൻസി എന്താണ്? 4 ആണ്. പിന്നെ ക്ലോറിൻ ഏതാണ്? ഗ്രൂപ്പ് 17 ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുക. ഗ്രൂപ്പ് 17 ആണ് ക്ലോറിൻ വരുന്നത്. അതായത് 8 - 7 1 ആണ് ഹാലജൻ ഫാമിലിന്റെ വാലൻസി.
അപ്പൊ ക്ലോറിന്റെ വാലൻസി എത്രയാ? 1 വരും. കാർബണിന്റെ വാലൻസി 4 വരും. അപ്പൊ 4ഉം 1ഉം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? CCl4. എന്ത് കിട്ടും? CCl4 എന്ന് കിട്ടും. കാർബൺ ടെട്രാ ക്ലോറൈഡ്. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഇത് വളരെ സിമ്പിൾ ആണല്ലേ? അപ്പൊ അടുത്തത് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. അടുത്തത് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. അപ്പോ മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നോക്കിക്കേ. മഗ്നീഷ്യം ഗ്രൂപ്പ് 2 ആണ്. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേറിയം ഒക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 2. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണത്. അപ്പൊ മഗ്നീഷ്യം എഴുതാം. ഓക്കെ, മഗ്നീഷ്യം. ഇനി നമുക്ക് അടുത്തത് വരുന്നത് എന്താ? ക്ലോറിൻ ആണ് അല്ലെ? ക്ലോറിൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 17ലാണ് ക്ലോറിൻ വരുന്നത്. 8 - 7 1 ആണ് ഇവരുടെ വാലൻസി. അപ്പൊ മെഗ്നീഷ്യം ക്ലോറൈഡ് നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം എന്ത് എഴുതാ? മെഗ്നീഷ്യം എഴുതാ, പിന്നെ ക്ലോറിൻ എഴുതാ. മെഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാ? 2 ആണല്ലേ? 2 ആണ് മെഗ്നീഷ്യത്തിന്റെ വാലൻസി. അപ്പൊ 2 കൊടുക്കുന്നു. ക്ലോറിന്റെ വാലൻസി എത്രയാ? 1 ആണ്. 1 കൊടുക്കുന്നു. നിങ്ങൾ ക്രോസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? MgCl2, മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നു. വെരി സിമ്പിൾ. അപ്പൊ എന്താ മെഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമുല? MgCl2. ഈ 1 നിങ്ങൾ എടുത്ത് എഴുതണമെന്നില്ല. ഓക്കെ, 1 വന്നാൽ നിങ്ങളത് Mg1Cl2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. Mg എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലോറിന് ഈ 2 ആയതുകൊണ്ട് MgCl2 എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയം ഓക്സൈഡ് ആണ് അടുത്തത് വരുന്ന ആരാണ്? അലുമിനിയം ഓക്സൈഡ്. അപ്പൊ എഴുതിക്കോ, എലമെന്റ്സ് ഏതൊക്കെയാ? അലുമിനിയം, പിന്നെ ആരാ? ഓക്സിജനും അല്ലേ? അലുമിനിയം, പിന്നെ വരുന്നത് ഓക്സിജൻ. ഇതാണ് എന്ത്? അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ്. അപ്പോൾ അലുമിനിയത്തിന്റെ വാലൻസ് എത്രയാണ് വരുന്നത്? അലുമിനിയം ഗ്രൂപ്പ് 13 എലമെന്റ് ആണ്. ഗ്രൂപ്പ് 13 എലമെന്റ് ആണ് ആര്? അലുമിനിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാലൻസി എത്രയാ? 3 ആണ്. 3 ആണ് ഇതിന്റെ വാലൻസി വരുന്നത്. പിന്നെ ആരാ ഉള്ളത്? ഓക്സൈഡ് ആണല്ലേ? ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 16 ആണല്ലോ. ഗ്രൂപ്പ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 6 എത്രയാന്ന് നിങ്ങൾ നോക്കണം. അതായത് 2 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് 2. അപ്പോൾ 4ൽ കൂടുതലാണ് വാലൻസ് ഇലക്ട്രോൺസ് എങ്കിലാണ് കേട്ടോ നമ്മൾ 8 മൈനസ് ആ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓക്സിജന് 2 വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അലുമിനിയത്തിന്റെ വാലൻസി 3, ഓക്സിജന്റെ വാലൻസി 2. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ Al2O3. ഓക്കെ, Al2O3. ഇതാണ് അലുമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല. പല കുട്ടികളും തെറ്റിക്കുന്ന കെമിക്കൽ ഫോർമുലയൊക്കെയാണ് അലുമിനിയം ഓക്സൈഡിൻ്റെത്. അപ്പം എന്താണ്? Al2O3. ഇപ്പോഴും ഓർക്കുക, അലുമിനിയം ഗ്രൂപ്പ് 13 എലമെന്റ് ആണ്. 3 ആണ് അലുമിനിയത്തിന്റെ വാലൻസി. ഓക്സിജൻ ഗ്രൂപ്പ് 16 ആണ്. 2 ആണ് ഓക്സിജന്റെ വാലൻസി എന്നുള്ളൊരു കാര്യം. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് എന്ത് കിട്ടി? Al2O3 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അടുത്തത് വരുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊക്കെയാ എലമെന്റ്സ് വരുന്നത്? കാൽഷ്യം. കാൽഷ്യം എന്താ? Ca. പിന്നെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആണ്. ഓക്സിജൻ O ആണ്. ഓക്കെ, അപ്പൊ കാൽഷ്യം ഏതാ ഗ്രൂപ്പ് വരുന്നത്? ഗ്രൂപ്പ് 2 ആണ് കാൽഷ്യം വരുന്നത്. എന്താ? ഗ്രൂപ്പ് 2 ആണ് കാൽഷ്യം വരുന്നത്. ഓക്സിജൻ വരുന്നത് ഗ്രൂപ്പ് 16 ആണ് അല്ലെ? ഗ്രൂപ്പ് 16 ആണ് ഓക്സിജൻ വരുന്നത്. അപ്പൊ കാൽഷ്യത്തിന്റെ വാലൻസി 2ഉം ഓക്സിജന്റെ വാലൻസി എന്ത് തന്നെയാ? 2 തന്നെയാ. രണ്ടും നിങ്ങൾക്ക് വരുന്ന 2 ആ. അതായത് 2 2. അപ്പൊ മിസ് പറഞ്ഞല്ലോ, രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ എടുത്തെഴുതേണ്ട ആവശ്യമില്ല. Ca2O2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? CaO എന്ന് എഴുതിയാൽ മതി. ഇതാണ് എന്ത്? കാൽഷ്യം ഓക്സൈഡ്. ക്ലാസ് 10th വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കോമ്പൗണ്ട് ആണല്ലേ കാൽഷ്യം ഓക്സൈഡ്. നമ്മൾ കുറേ റിയാക്ഷൻസിലൊക്കെ ഇത് കാണുന്നതാണ് അല്ലേ? അപ്പോൾ CaO ആണ് കാൽഷ്യം ഓക്സൈഡ്. മനസ്സിലായോ? യെസ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. അപ്പൊ നൈട്രേറ്റ് എന്ന് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നൈട്രേറ്റ്. ആക്ച്വലി നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇല്ല. നൈട്രജൻ ഉണ്ട്, നൈട്രേറ്റ് ഇല്ല. നൈട്രേറ്റ് ഒരു പോളി ആറ്റോമിക് ആയിട്ടുള്ള അയോൺ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. എന്താണ്? പോളി ആറ്റോമിക് ആയിട്ടുള്ള ഒരു അയോൺ ആണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ്
NO3- എന്താണ്? NO3- ആണ്. അപ്പോൾ പോളി ആറ്റോമിക് അയോൺസ് വരുന്ന കേസസിൽ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മോണോ ആറ്റോമിക് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പീരിയോഡിക് ടേബിളിൽ നിന്ന് കിട്ടും അല്ലേ? പക്ഷേ പോളി ആറ്റോമിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അമോണിയം, ഹൈഡ്രോക്സൈഡ്, നൈട്രേറ്റ്, ഹൈഡ്രജൻ, കാർബണേറ്റ് ഇവർ ഇത്രയും പേരുടെ കെമിക്കൽ ഫോമുല, ഇവരുടെ ഫോമുല എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ഇവരുടെ വാലൻസി എന്താണ്? വാലൻസി 1 ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ കാർബണേറ്റ്, സൾഫൈറ്റ്, സൾഫേറ്റ് ഇവരുടെ കെമിക്കൽ ഫോമുല ഓർത്തിരിക്കണം. ഇവരുടെ വാലൻസി വരുന്നത് എന്താണ്? 2 ആണ്. പിന്നെ ഫോസ്ഫേറ്റ് ഇവരുടെ വാലൻസി വരുന്നത് എന്താണ്? 3 ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇത് എത്രയും നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ ഈ ഒരു ടേബിളും കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കെമിക്കൽ ഫോമുല എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നൈട്രേറ്റ് NO3 ആണെന്ന് മനസ്സിലായല്ലോ. നൈട്രേറ്റ് NO3 ആണ്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ സോഡിയം എന്താണ്? Na ആണ്. നൈട്രേറ്റ് NO3 ആണ്. നിങ്ങൾ ചാർജ് ഒന്നും എഴുതണ്ട, എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. NO3 ആണ്. വാലൻസി ഓഫ് സോഡിയം എന്താ? സോഡിയത്തിന്റെ വാലൻസി 1 ആണ് അല്ലേ? സോഡിയത്തിന്റെ വാലൻസി 1 ആണ്. അതിപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും സോഡിയം ഇതാണ് അല്ലേ? ഇതാണ് സോഡിയം. അപ്പോൾ സോഡിയത്തിന്റെ വാലൻസി എപ്പോഴും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഗ്രൂപ്പ് 1 എലമെന്റ് അല്ലേ? അപ്പോൾ ഇത് 1, നൈട്രേറ്റിന്റെ വാലൻസിയും 1. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ ആ നമ്പർ എടുത്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താ? NaNO3 ആണ് എന്ത്? സോഡിയം നൈട്രേറ്റിന്റെ കെമിക്കൽ ഫോമുല NaNO3. അപ്പം നൈട്രേറ്റ് NO3- ആണ് അല്ലേ? 1 ആണല്ലേ അതിന്റെ വാലൻസി. ഇപ്പോൾ ജസ്റ്റ് മൈനസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1 ആണ് അതിന്റെ വാലൻസി എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പോർഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഹൈഡ്രോക്സൈഡ് എവിടെ മക്കളെ? ഹൈഡ്രോക്സൈഡ് എവിടെ? ഇതാണ് ഹൈഡ്രോക്സൈഡ്. OH- ആണ് എന്ത്? ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലോ. കാൽഷ്യം Ca ആണ്. ഹൈഡ്രോക്സൈഡ് എന്താണ്? OH- ആണല്ലേ. കാൽഷ്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് 2 എലമെന്റ് ആണ്. ഗ്രൂപ്പ് 2 വരുന്ന എലമെന്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അതിന്റെ കാൽഷ്യത്തിന്റെ വാലൻസി വരുന്നത് 2 ആണ്. കാൽഷ്യത്തിന്റെ വാലൻസി വരുന്നത് എന്താണ്? 2 ആണ്. ഗ്രൂപ്പ് 2 എലമെന്റ് ആണ്. പീരിയോഡിക് ടേബിൾ വെച്ച് പറഞ്ഞാലും മതി. അപ്പൊ കാൽഷ്യത്തിന്റെ വാലൻസി 2ഉം ഹൈഡ്രോക്സൈഡിന്റെ വാലൻസി 1ഉം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ അത് കൊടുക്കുകയാണ്? 2, 1. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് CaOH 2 വരും. ഇങ്ങനെ എഴുതിയാൽ തെറ്റിപ്പോയി. ഇങ്ങനെ എഴുതിയത് എന്താണ്? തെറ്റാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ദിസ് ഇസ് റോങ്. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനത്തെ പോളി ആറ്റോമിക് അയോൺസ് ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അതായത് പോളി ആറ്റോമിക് അയോൺസ് ഇപ്പോൾ OH ഇവിടെ 2 വന്നല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ എഴുതണം? Ca ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ട്വൈസ് കൊടുക്കാൻ. CaOH ട്വൈസ് ആണ് എന്ത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? CaOH ട്വൈസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല. ദിസ് ഇസ് റോങ് വൺ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി പോളി ആറ്റോമിക് അയോൺസ്, ഓൺലി ഫോർ പോളി ആറ്റോമിക് അയോൺസ് കേട്ടോ. പോളി ആറ്റോമിക് അയോൺസ് ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ട്വൈസ് കൊടുക്കാനുള്ളത്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എത്രയാണോ നമ്പർ വരുന്നത് അത് നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഫോർ പോളി ആറ്റോമിക് അയോൺസ് ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടണ്ട, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ക്ലിയർ ആയില്ലേ? അടുത്തത് സോഡിയം കാർബണേറ്റ് ആണ്. ഇപ്പൊ സോഡിയം ആണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷെ കാർബണേറ്റ് എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാർബണേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് CO3 2-. കാർബണേറ്റ് എന്താണ്? CO3 2-. കാർബണേറ്റ് CO3 2-. അതായത് CO3 ആണ് എന്ത്? കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു CO3 ഇവിടെ എഴുതുക. വാലൻസി പിന്നെന്താ? സോഡിയത്തിന്റെ വാലൻസി എന്താ? സോഡിയം ഇസ് എ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണ്? 1 അല്ലേ? ഗ്രൂപ്പ് 1-ലുള്ള എലമെന്റ് ആണ് സോഡിയം. വാലൻസി 1 ആണ്. കാർബണേറ്റ് വാലൻസി 2 ആണ്. അപ്പം ഇത് വാലൻസി 1 വന്നു, ഇത് വാലൻസി 2 വന്നു. ജസ്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? Na2CO3. ഇവിടെ ഒരു CO3 ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. Na2CO3 ആണ് എന്ത്? സോഡിയം കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല.
ഓക്കെ, മനസ്സിലായോ? അപ്പോൾ പോളി ആറ്റോമിക് അറിയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അടുത്തത് അമോണിയം സൾഫേറ്റ് ആണ്. അമോണിയം എന്താ മക്കളെ? അമോണിയം ഇതിൽ കൊടുത്തിട്ടില്ല. അമോണിയം എന്ന് പറയുന്നത് യെസ് ഇവിടെയുണ്ട്, ഇതാ അമോണിയം. NH4+ ആണ് അമോണിയം എന്ന് പറഞ്ഞത്. അതായത് NH4 ആണ് അമോണിയത്തിന് നിങ്ങൾ എഴുതേണ്ടത്. NH4. ഇത് രണ്ടും പോളി ആറ്റോമിക് അയോൺസ് ആണ് കേട്ടോ. അമോണിയവും ഒരു പോളി ആറ്റോമിക് അയോൺ ആണ്, സൾഫേറ്റും ഒരു പോളി ആറ്റോമിക് അയോൺ ആണ്. അപ്പം അടുത്തത് വരുന്നത് എന്താണ്? സൾഫേറ്റ് ആണല്ലേ. സൾഫേറ്റും ഉണ്ട് സൾഫൈറ്റും ഉണ്ട്, കൺഫ്യൂസ്ഡ് ആകരുതേ. സൾഫേറ്റ് SO4ഉം സൾഫൈറ്റ് SO3യുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം സൾഫേറ്റ് എന്താണ്? SO4 2- ആണ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ SO4 എന്താണ്? SO4. ഇനി വാലൻസി എഴുതിക്കോ. അമോണിയത്തിന്റെ വാലൻസി 1ഉം സൾഫേറ്റിന്റെ വാലൻസി എത്രയാ? 2ഉമാണ്. അപ്പോൾ 2 ഇവിടെ ഇടുക, ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NH4. പോളി ആറ്റോമിക് അയോൺസ് 2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം അല്ലേ. ഇവിടെ 2 NH4 ഉള്ളതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നു. ട്വൈസ് SO4. ഇതാണ് എന്ത്? അമോണിയം സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല. NH4 ട്വൈസ് SO4, അമോണിയം സൾഫേറ്റ്. ക്ലിയർ ആയോ? അമോണിയം സൾഫേറ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? യെസ്. അടുത്തത് സിൽവർ ക്ലോറൈഡ്. അപ്പോൾ സിൽവർ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്രൂപ്പുകളിൽ ഒന്നും വരുന്ന ആളല്ല അല്ലേ. അത് ആ സെൻറ്ററിൽ കാണുന്ന D ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന ആളാണ് സിൽവർ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് സിൽവറിൻ്റെ കെമിക്കൽ ഫോർമുല വാലൻസി ഒന്ന് പഠിച്ചു വെക്കണം. സിൽവർ Ag ആണ്. അതിൻ്റെ വാലൻസി വരുന്നത് എത്രയാ? 1 ആണ്. സിൽവറിൻ്റെ വാലൻസി എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പോൾ സിൽവർ ഇസ് Ag. പിന്നെ ക്ലോറിൻ നമുക്കറിയാലോ ഒരു ഗ്രൂപ്പ് 17 എലമെൻ്റ് ആണ്. അപ്പം അതിൻ്റെ വാലൻസി എന്തായിരിക്കും? അതിൻ്റെ വാലൻസിയും 1 തന്നെയായിരിക്കും. അപ്പോൾ ഇതും 1 ആണ്, ഇതും 1 ആണ്, രണ്ടും 1 ആണ്. 1 1 വിച്ച് ഇസ് AgCl. എന്താ വരുന്നത്? AgCl ആണ് സിൽവർ ക്ലോറൈഡ് വരുന്നത്. ഓക്കെ അല്ലേ? അത് സിൽവർ ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ബേറിയം സൾഫേറ്റ്. ബേറിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കത് നോക്കാം എന്തായാലും. അപ്പോൾ ബേറിയം സൾഫേറ്റിൽ ബേറിയം ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് മക്കളെ? ബേറിയം വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 ആണ്. കണ്ടോ, ഗ്രൂപ്പ് 2വിലാണ് ബേറിയം വരുന്നത്. അപ്പോൾ ബേറിയത്തിൻ്റെ വാലൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ. പിന്നെ സൾഫേറ്റ് ആണ്. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ SO4 ആണ് വരുന്നത്. SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതല്ലേ. SO4 വാലൻസി 2 ആണ് വരുന്നത്. അപ്പോൾ അതും 2 കൊടുക്കുക. ക്രോസ് ചെയ്യുക. രണ്ടും 2 ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? BaSO4 എന്ന് എഴുതിയാൽ മതി. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കെമിക്കൽ ഫോർമുലാസ് ആണ് ഞാനിപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. നമുക്ക് ഇനിയും ഒരുപാട് എണ്ണം വേണമെങ്കിലും എഴുതാം അല്ലേ. ഒത്തിരി എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ മക്കളെ ഞാനിവിടെ ഒരു കെമിക്കൽ ഫോർമുല തരാം. ആ ഒരു കോംപ്ലക്സിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് പറയണം. ഓക്കെ, I will give you one chemical formula. AlCl3. ഈ ഒരു AlCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല റൈറ്റിംഗ് ഓഫ് കെമിക്കൽ ഫോർമുല അല്ലേ, കെമിക്കൽ ഫോർമുല റൈറ്റിങ്ങിൽ ബുദ്ധിമുട്ട് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാകും നിങ്ങൾക്ക്. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക.